രാഹുൽ മാങ്കൂട്ടത്തിന് താങ്ങും തണലുമാണോ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി? ഗുരുതരമായ ബലാത്സംഗ കേസ്, അശാസ്ത്രീയമായ ഭ്രൂണഹത്യ, അതിജീവിതയുടെ ICU വാസം, നിയമ നടപടികൾ പുരോഗമിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാതെ കോൺഗ്രസ് നേതൃത്വം ഒളിച്ചു കളിക്കുകയാണോ? ചില നേതാക്കൾ മാത്രം ചില പ്രതികരണങ്ങൾ നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഔദ്യോഗികമായ ഭാരവാഹിത്വമുള്ളവരൊക്കെ കോൺഗ്രസിൽ ഇപ്പോഴും എടുക്കുന്ന നിലപാടുകൾ എന്തുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത്? സസ്പെൻഷൻ ഒരു താൽക്കാലിക നടപടി മാത്രമാണ് എന്നിരിക്കെ രാഹുലിനെ ഇനിയും കോൺഗ്രസ് പുറത്താക്കാത്തത് എന്തുകൊണ്ടാണ്? തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാഹുൽ വീണ്ടും താരമായി മാറുമോ? രാഹുലിനെ പേടിച്ച് അയാളെ പാർട്ടി സംരക്ഷിക്കുന്നത് എന്തിനാണ്? രാജ്മോഹൻ ഉണ്ണിത്താനും മറ്റും ചോദിക്കും പോലെ ഒരാൾക്ക് വേണ്ടി പാർട്ടിയെ തുലയ്ക്കണോ? കോൺഗ്രസിൻ്റെ ധാർമ്മികത എവിടെ പോയി? ആരോപണ വിധേയനായ ഒരാൾക്ക് ഒളിവിൽ പോകാൻ പാർട്ടി സംവിധാനം സഹായം ചെയ്യുന്നുണ്ടോ? രാഹുലിന് സഹായം നൽകുന്നു എന്ന KPCC പ്രസിഡന്റിന് എതിരായ ആരോപണങ്ങൾ ഗൗരവമല്ലേ? വിഭാഗീയതയാണോ നിയമവാഴ്ചയേക്കാൾ കോൺഗ്രസിൽ വലുത്? സൈബർ ആക്രമണങ്ങൾ കാരണം VT ബൽറാം സ്ഥാനമൊഴിയുമ്പോൾ കോൺഗ്രസിനുള്ളിലെ ഛിദ്രശക്തികൾ കേസന്വേഷണത്തെ വഴിതിരിച്ചു വിടില്ലെന്ന് ഉറപ്പുവരുത്താൻ ആർക്കാണ് ഉത്തരവാദിത്തമുള്ളത്? ഉദിച്ചു വരേണ്ട താരങ്ങൾക്ക് എന്ത് നിയമമാണ് കോൺഗ്രസിലുള്ളത്? കേരള രാഷ്ട്രീയം ഇന്ന് ചോദിക്കുന്നത് അതാണ്. കോൺഗ്രസ് അതിജീവിതയ്ക്കൊപ്പമോ അതോ ക്രിമിനൽ ആരോപണ വിധേയന് ഒപ്പമോ? മറുപടികൾ ഉണ്ടോ കോൺഗ്രസിന്?